ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് പവർഫുൾ ടെക്നിക്കായ പില്ലോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. ഇത് സിമ്പിളാണ്, ഏറ്റവും പെട്ടെന്ന് മാജിക്കൽ റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ് പില്ലോ കവർ ടെക്നിക്ക്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് ഒരു അഫർമേഷനായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. നിങ്ങളുടെ എല്ലാ ഗോൾസും അഫർമേഷനായിട്ട് ഒരു പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പില്ലോ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പില്ലോ, ആ പില്ലോൻ്റെ അടിയിൽ ഈ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തല വെച്ച് കിടന്നുറങ്ങണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ അഫർമേഷൻ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ നമ്മൾ ആ അഫർമേഷൻ എല്ലാം നമ്മൾക്ക് നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. വിഷ്വലൈസേഷൻ്റെ പവർ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് നടന്നതായിട്ട് നമ്മൾ എഴുതി വെച്ച ഓരോരോ കാര്യങ്ങളും അത് നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഈ ഒരു വൈബ്രേഷൻ, ഒരു ഫ്രീക്വൻസി നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ 8 അവേഴ്സ് നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു 8 അവേഴ്സും ഈ ഒരു ഫ്രീക്വൻസി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നടന്നതായിട്ട് ആണ് സബ് കോൺഷ്യസ് മൈൻഡിനുള്ള കമാൻഡ് കിട്ടുക. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എഴുതി വെച്ച ഓരോരോ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നമുക്കത് സാധിക്കും, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മളുടെ ലൈഫിൽ അത് സാധിച്ചു തരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾ ഈ എഴുതുന്ന ഓരോരോ കാര്യങ്ങളും, അതായത് ഫിസിക്കൽ ഫ്രീക്വൻസി, അതായത് നമ്മൾ എഴുതുന്ന ഇങ്കും പേപ്പറും ഒക്കെ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു ഫ്രീക്വൻസി എനർജിയാണ്. ഫിസിക്കൽ എനർജി ഓൾ നൈറ്റ് നമ്മൾ വൈബ്രേറ്റ് ചെയ്തിട്ട്, സയൻറ്റിഫിക്കലി അങ്ങനെയാണ് ഇത് പറയുന്നത്. അതായത് നമ്മൾ എഴുതുന്ന ഫിസിക്കൽ എനർജി ഓൾ നൈറ്റ് അത് വൈബ്രേറ്റ് ചെയ്യുക. അതായത് ആ ഒരു ഫ്രീക്വൻസി, എനർജിയുടെ ഒരു ഫ്രീക്വൻസി ഓൾ നൈറ്റ് നമ്മളുടെ ഹെഡിൽ, അതായത് നമ്മൾ പില്ലോയുടെ മുകളിൽ നമ്മൾ തല വെച്ച് ഉറങ്ങുമ്പോൾ ആ ഒരു ഫ്രീക്വൻസി ആ ഓൾ നൈറ്റ് നമ്മളുടെ ഹെഡിൽ ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമാൻഡ് നമ്മൾ എഴുതുമ്പോൾ അത് കമാൻഡായിട്ടാണ് ഓരോരോ കാര്യങ്ങളും നമ്മൾ അഫർമേഷൻ എഴുതുമ്പോൾ അത് കമാൻഡായിട്ടാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുക. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ യു ആർ ഓൾറെഡി അച്ചീവ്ഡ്, നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് അത് പറയുകയും വേണം. നമ്മളത് ഒരിക്കലും നമ്മൾ എന്ത് കാര്യം നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അത് എപ്പോൾ നടക്കും, എന്ന് നടക്കും എന്നുള്ള ഒരു ഡൗട്ട് വെച്ച് നിങ്ങൾ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടന്നതായിട്ട് തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഫ്രീക്വൻസി നമ്മളുടെ വോൾനൈറ്റ് വരുമ്പോൾ നമ്മളത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമിലാണ്. അപ്പോൾ അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആ സമയത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നടന്നു എന്ന് കമാൻഡ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് അത് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ലൈഫിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് നിങ്ങളെന്നും പ്രാക്ടീസ് ചെയ്യുക. ഒരു അഫർമേഷൻ നിങ്ങളൊരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് നമ്മൾ അഫർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെല്ലാവരും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഓരോ ഗോൾസ് ഉണ്ടല്ലോ, ഈ ഗോൾസ് എല്ലാം നമ്മളെ ജീവിതത്തിൽ നടന്നു എന്ന് തന്നെ നിങ്ങൾ മൈൻഡിൽ പറഞ്ഞിട്ട്, നമ്മൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്നും ഉറങ്ങാൻ പോവുക. നിങ്ങളുടെ ലൈഫിൽ അത് എത്രയും പെട്ടെന്ന് നടക്കുന്നതായിട്ട് നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ ഒരു സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾസ് എല്ലാം നേടിയെടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. താങ്ക് യു, ലവ് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു.